ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജസ്മീസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡെയിലി വ്ളോഗൊന്നുമല്ല, ജസ്റ്റ് ഒരു റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടൊന്നും ഞാൻ പറയില്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഞാൻ എന്താക്കി എൻ്റെ ചാനലിലും ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നു പോകാണ്ട് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ വ്യൂസ് എല്ലാം പറ്റ കുറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ഹാഫ് പീസ് ബത്തക്കാണ് കേട്ടോ എടുത്തിട്ടുള്ള, ഫുൾ എടുത്തിട്ടില്ല, ഒരു ഹാഫ് പീസാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കത്തി കൊണ്ട് വരില്ല. ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള ബത്തക്ക തന്നെയാണ്, അതുകൊണ്ട് അധികം പഞ്ചസാരേൻ്റെ ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ആ ബൗളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കില്ലേ ഈ ബത്തക്കേൻ്റെ ഏറ്റവും മെയിൻ ഇഷ്ടം എന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് പോർഷൻ വരുന്നില്ല, ശരിക്കും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എൻ്റെ ഇവിടുന്ന് എൻ്റെ ആങ്ങളെല്ലാം പറയുമോ എനിക്ക് പശുവിന് പോലും ഇനി വിട്ടു കൊടുക്കില്ല, അതും തിന്നോന്നിരിക്കും. പക്ഷെ എനിക്ക് ബത്തക്കേൻ്റെ റെഡ് കളറിനേക്കാളും ഏറ്റവും ഇഷ്ടമാണ് വൈറ്റ് പോർഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ ഞാൻ മുറിച്ചിട്ട ബത്തക്കയെല്ലാം നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത്ര അളവ് തന്നില്ല, എനിക്ക് തോന്നിയ പോലെ ഇടുക ചെയ്തത്. അതുപോലെ നിങ്ങളുടെ ബത്തക്കേൻ്റെ ടേസ്റ്റ് അതെല്ലാം ഇത് മധുരം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ. പാൽ ഞാൻ തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷമാണ് എടുത്തത്, അല്ലാണ്ട് പച്ചപ്പാലല്ല. റോ മിൽക്ക് ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും, എനിക്കൊന്നും തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലൊന്ന് ചൂടാക്കി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ വേണ്ട സാധനമാണ് കസ്കസ്. ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്ത് കസ്കസ് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ കസ്കസ് കയ്യിലുള്ളവർ എന്തായാലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്ന ടൈമിന് കസ്കസ് വെള്ളത്തിൽ പുതിർത്തിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കസ്കസും കൂടി ഉണ്ടെങ്കിലാണ് ഇത് എന്താ പറയുക പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇപ്പം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കുടിക്കാം. ഇത് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി ഫ്രിഡ്ജിലൊക്കെ, ഞാനിത് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടിപൊളി സ്വന്തമായിട്ട് എൻ്റെ പ്രൊമോഷൻ കൊടുക്കുന്നത് ഞാൻ അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ നമ്മൾ കുറ്റം പറയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ബത്തൊക്കെ കാണുമ്പോൾ എന്താക്കുക, പെട്ടെന്ന് തന്നെ ഈ ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വ്ളോഗ് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ.